നമസ്കാരം. അല്ല, ഞാൻ അറിയാൻ പാടില്ല ചോദിക്കുകയാണ്. ഈ ഇലക്ഷൻ സമയത്ത് പ്രബുദ്ധരാണ് മലയാളികൾ, അങ്ങനെയാണ് മലയാളികൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വർണ്ണനകളോടും അഭിനന്ദനങ്ങളും കൊണ്ടും എന്താ പറയുക, ഇനി അവർ നമ്മളെ പുകഴ്ത്താൻ ബാക്കിയൊന്നും ഈ ലോകത്തുണ്ടാവില്ല. രാഷ്ട്രീയക്കാർ അങ്ങനെ പുകഴ്ത്തും, ജനമാണ് എൻ്റെ എല്ലാം എന്ന്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ നമ്മൾ രാഷ്ട്രീയക്കാരുടെ അടിമയായും എല്ലാം ആയി അവനെ കാണും, അവനെ തലക്കേറ്റി വയ്ക്കും. അങ്ങനെ വേറെ ഇലക്ഷൻ വരുമ്പോൾ ഇവൻ അങ്ങനെ ജനങ്ങളെ പെരുവഴിയിലിട്ട് അവൻ അവിടെ വടകരയിലും മറ്റുള്ള ഭാഗങ്ങളിൽ പോയി മത്സരിക്കാൻ നിൽക്കും. എന്തിനു വേണ്ടിയാണ്? അപ്പോൾ അവർക്ക് ആരാ മുഖ്യം? പാർട്ടിയാണ് മുഖ്യം, അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു റീ ഇലക്ഷൻ വരും. അപ്പോൾ അവൻ ആരെയാണോ ചൂണ്ടിക്കാണിക്കുക അവനെ ജയിപ്പിക്കും. അത് പ്രബുദ്ധരല്ല, അത് കഴുതകൾക്ക് തുല്യമായുള്ള ആൾക്കാരാണ് അങ്ങനെ ചെയ്യുക. കാരണം നമുക്കൊരു രാഷ്ട്രീയ ലക്ഷ്യമില്ല, അടിമ ലക്ഷ്യമുള്ളൂ. നമ്മുടെ നാടിന്റെ വികസന ലക്ഷ്യമില്ല. നമ്മളൊരു അടിമ എന്നുള്ള അടിമ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാക്കന്മാർ പറയുക, അടിമകൾ കേൾക്കുക, അല്ലേ? ഇതിന്നൊക്കെ സ്വാതന്ത്ര്യം കിട്ടി വന്ന ആൾക്കാരാണ് നമ്മൾ. രണ്ടാമതും നമ്മൾ മലയാളികൾ പ്രബുദ്ധർ, രാഷ്ട്രീയക്കാർ വിളിക്കുന്ന പ്രബുദ്ധർ. അല്ലാണ്ട് നമ്മൾ സ്വയം പ്രബുദ്ധരാണെന്ന് അംഗീകരിക്കുന്നില്ല. ഞാൻ പ്രബുദ്ധരാണെന്ന് എന്നെ പറഞ്ഞാൽ ഞാൻ പ്രബുദ്ധനല്ല, അല്ലേ? ഞാൻ സാധാരണ രണ്ട് പാർട്ടികൾ മാറി മാറി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു അടിമ. അവന് വേണ്ടി ജയ് വിളിക്കുക, അവൻ എല്ലാ തെമ്മാടിത്തരത്തിലും ന്യായീകരിക്കാൻ പോവുക. ഇതാണ് എൻ്റെ തൊഴിൽ, എനിക്കിതേ അറിയുള്ളൂ. പിന്നെ എൻ്റെ നാട്ടിൽ പണിയെടുത്ത് ജീവിക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഗൾഫിൽ വന്നത് ഡ്രൈവറായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും, അത്ര മാത്രം. അതിൽ വലിയ ഡെക്കറേഷനൊന്നുമില്ല. ഓക്കെ? അപ്പോൾ പ്രബുദ്ധരാണെങ്കിൽ, യഥാർത്ഥ വിദ്യാസമ്പന്നനായ സംസ്ഥാനമാണെങ്കിൽ, ഒരു റീ ഇലക്ഷൻ വരുമ്പോൾ ഏത് പാർട്ടിയിൽപ്പെട്ട MLA MP ആണോ മറുപക്ഷം വേറെ ജില്ലയിൽ പോയി മത്സരിക്കുന്നത്, അവന്റെ പാർട്ടിയെ തോൽപ്പിക്കണം. അവന്റെ പാർട്ടിയെ തോൽപ്പിച്ച് പ്രഭുത്വം തെളിയിച്ചു കൊടുക്കണം. കാരണം ഇനി മേലാൽ വേറെ ഒരുത്തരും ഇതുപോലെ വേറൊരു പാർട്ടിയിൽപ്പെട്ടവരും ചെയ്യാൻ പാടില്ല എന്ന് തെളിയിക്കുന്നവനാണ് പ്രബുദ്ധർ. മനസ്സിലേ? ഇപ്പൊ ഇനി ഒരു കോൺഗ്രസിന്റെ റീ ഇലക്ഷൻ ചിലപ്പോൾ വരും. വേണു അവിടെ MP സ്ഥാനം രാജിവെച്ചാൽ, അപ്പോ ഒരു MP ഒരു MLA ഇലക്ഷൻ വരും. ഈ രണ്ടിലും തോൽപ്പിച്ച് കാണിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? ഇനി ഒരു പാർട്ടിയിൽപ്പെട്ടവനും ഇതുപോലെ ചെയ്യരുത്. ഇപ്പൊ നമ്മുടെ പാലക്കാട് ജയിച്ചു, പിന്നെ ഷാഫി പറമ്പിൽ നേരെ വടകരയിൽ പോയി നമ്മൾ മാങ്കൂട്ടത്തിന് ജയിപ്പിച്ചു വിട്ടു. നല്ലതായിരിക്കാം, ഓക്കെ. പക്ഷെ അങ്ങനെ നമ്മൾ ശീലിപ്പിക്കരുത്. ശീലിപ്പിച്ചാൽ നമ്മുടെ വരും തലമുറയെ നാശത്തിലേക്കാണ് പോവുക, അതില്ലേ? ഇതുവരേക്കും നമ്മളിത് അങ്ങനെ ഓരോരോ ഭാഗങ്ങളിലൊക്കെ വന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനിയുള്ള കാലത്ത് നമ്മുടെ മക്കളെയും നിങ്ങളുടെ മക്കളെയും എല്ലാവരുടെയും ഭാവി ജീവിതം നമ്മൾ ഓർക്കണം. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം.